പട്ടണത്തിലെന്നും പത്തു നേരം ഈ സൂര്യനുദിക്കും. പട്ടണത്തിലെന്നും പത്തു നേരം ഈ സൂര്യനുദിക്കും. പട്ടണത്തിലെന്നും പത്തു നേരം ഈ സൂര്യനുദിക്കും. പട്ടുപോലെ മിന്നും പുത്തൻ വീടും വീട്ടിൽ മുത്താണി മുറ്റം. മുറ്റത്തുള്ള പന്തലിലെന്നും സ്വർണം കൊണ്ട് തോരണം കെട്ടും. പട്ടണത്തിലെന്നും പത്തു നേരം ഈ സൂര്യനുദിക്കും. എന്തെല്ലാം ചെയ്തൊരുക്കും. മണിക്കായലിൽ ഒരു മന്ദിരം, അതിൽ മാലകൾ മോതിരങ്ങൾ. പിന്നെ ചന്തമുള്ള പെൺകുടിമാരും. പട്ടണത്തിലെന്നും പത്തു നേരം ഈ സൂര്യനുദിക്കും. ആയിരം വാഹനങ്ങൾ. പട്ടണത്തിലെന്നും പത്തു നേരം ഈ സൂര്യനുദിക്കും. പട്ടുപോലെ മിന്നും പുത്തൻ വീടും വീട്ടിൽ മുത്തണി മുറ്റം. മുറ്റത്തുള്ള പന്തലിലെന്നും സ്വർണം കൊണ്ട് തോരണം കെട്ടും. സമയമല്ലോ, വന്ന ആളിലൊക്കെ പോവാവോ? ഞാൻ വീടാന്തരം നടന്ന് കുറെ ആളിനെ സംഘടിപ്പിച്ചതാ. കുടുംബാസൂത്രണ ക്യാമ്പിന്റെ ആൾക്കാരല്ലേ? അതെ. ഉദ്ഘാടനത്തിന് വീഡിയോക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അച്ഛന് അസുഖം കൂടുതലാണത്രേ. അതുകൊണ്ട് വേറെ ആരെങ്കിലും വിളിച്ച് ചോദിച്ചോളാൻ പറഞ്ഞു. ഇനിയിപ്പോ 11 മണിക്കൂർ ആരെ അന്വേഷിച്ചു പോകാനാ? തന്തയ്ക്ക് സൂക്കേട് വരാൻ കണ്ട ഒരു സമയം. നിങ്ങളത് ഏറ്റപ്പോയി മനസ്സിലായി. കുഴക്കുള്ളൂ. ഞാനും ചെയ്യാനാ? ഇനിയിപ്പോ ഒരൊറ്റ പോവഴേ ഉള്ളൂ. ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ എല്ലാവരും കൂടെ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ ആ കർത്തവ്യം കൊണ്ട് നിർവഹിക്കാം. അതേതായാലും വേണ്ട, നാട്ടുകാർക്ക് പരിചയമില്ലാത്ത ആളായിരിക്കണം. അങ്ങനെ ഒരാളിപ്പോ എവിടെ അന്വേഷിച്ചു പോകാനാ? നാട്ടുകാർക്ക് പരിചയമില്ലാത്ത ഒരാളെ. ഈ വില്ലേജ് ഓഫീസിലേക്കുള്ള വഴി ഏതാ?
നന്മകൾ മാത്രമുള്ള നല്ലവരെ കൊണ്ട് മാത്രം നിറഞ്ഞ ഒരു ചെറിയ ഗ്രാമപ്രദേശമാണ് ഞങ്ങളുടെ. സാർ ഒന്നുകൊണ്ട് കുട്ടികൾ നിശബ്ദരായിരിക്കൂ, നിശബ്ദരായിരിക്കൂ. കുട്ടികൾ ഇങ്ങോട്ട് കയറിക്കോ. ഇവിടെ ഇരിക്കാം. പ്രിയപ്പെട്ട നാട്ടുകാരെ, നാം ഏവരും അത്യാകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉദ്ഘാടകൻ എത്തിക്കഴിഞ്ഞു. ഇനി അദ്ദേഹം നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. വരൂ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നിങ്ങൾക്ക് നമസ്കാരം. ഈ കുടുംബം എന്ന് പറയുന്നതാണല്ലോ കുടുംബാസൂത്രണത്തിന്റെ ഒരു ഇത്. അപ്പൊ ഒരു കുടുംബത്തിൽ ഒരു കുടുംബനാഥൻ, കുടുംബനാഥ, ബാക്കിയുള്ള അങ്ങനെ. അപ്പോ കുടുംബം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്ന ആ സന്ദർഭത്തിൽ കുടുംബത്തിൻ്റെതായിട്ടുള്ള ഒരു സൂത്രമാണ് ഈ കുടുംബാസൂത്രണം. അപ്പോ ഈ കുടുംബപരമായിട്ടുള്ള കുടുംബത്തിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടായാലുള്ള കഷ്ടപ്പാടുകളെ കുറിച്ച് ഞാൻ ബുദ്ധിമുട്ടേണ്ടതില്ലല്ലോ. ചുരുക്കത്തിൽ കുടുംബം, കുടുംബനാഥൻ, കുടുംബിനി, കുടുംബാസൂത്രണം. അപ്പോ കുടുംബാസൂത്രണത്തെ കുറിച്ച് ഇതിൽ കൂടുതലായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ഞങ്ങളുടെ മാനം രക്ഷിച്ചതിന് വളരെ നന്ദി. നിങ്ങൾക്ക് എന്റെ നമസ്തേ. ഇതിനു മുമ്പുള്ള ആൾ ഈ ഫയലുകളൊന്നും നോക്കിയിരുന്നില്ലേ? അങ്ങേര് മാത്രമല്ല സാർ, അതിനു മുമ്പുള്ളവരും നോക്കാറില്ല. ഈ പുളിയൊക്കെ തട്ടിക്കളഞ്ഞ് ഇതൊന്ന് വൃത്തിയാക്കി വെക്കണം. ഒരാഴ്ച പിടിക്കും സാർ. ആയിക്കോട്ടെ. ദേവുണ്ടോ? ഉണ്ട്. നമസ്കാരം.